നീ കുറച്ച് വെള്ളം എടുത്തേ. വേലേട്ടാ, വേലേതേട്ടാ, വേലേട്ടാ, വേലേതേട്ടാ, ഒന്ന് എഴുന്നേറ്റേ. വേലേട്ടാ, വെള്ളം. ആ ഇതാ. ഇത് പിടിച്ചേ. ആ വേലേട്ടാ, വേലേട്ടാ, എണീക്ക്. അമ്മേ, മഹാമായേ, ദേവി, അമ്മേ, മഹാമായേ, പൊറുക്കണം. മഹാദേവ, അടിയനോട് പൊറുക്കണം. അടിയനറിയാതെ ചെയ്തു പോയതാ, മാപ്പാക്കണം. ചന്ദ്രൻ, നീ ഒന്ന് പിടിച്ചേ. നമുക്ക് ചേട്ടനെ അകത്തോട്ട് കൊണ്ടിരുത്താം. അടിയനോട് പൊറുക്കണം. ചേട്ടാ, മഹാദേവ, അടിയനോട് പൊറുക്കണം. ദേവി, മാഡം. എന്താ റസാക്ക്, എന്താ ഉണ്ടായത്? മാഡം, ആളിതുവരെ മാഡത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മാഡത്തെ വിളിച്ച് പറഞ്ഞത്. എനിക്കറിയില്ല അച്ഛനത് എന്താ പറ്റിയെന്ന്. ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ആള് തിടപ്പള്ളി കയറി കഥകടച്ചിരിക്കുമായിരുന്നു. വാതിൽ ലോക്കായി പോയി, തുറന്നിറങ്ങാൻ പറ്റിയില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാർത്ത ലീക്കാവാതെ ഞാൻ എന്തായാലും നോക്കിയിട്ടുണ്ട്. പുറത്തുപോയ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മാഡത്തിന്റെ പേരായിരിക്കും. അല്ല, അച്ഛൻ എന്താ പറയുന്നേ? ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ല. കയ്യിൽ തൊണ്ടി മുതലോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ പിന്നെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇവര് രണ്ടുപേരുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാഡം വന്നിട്ട് സംസാരിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോവാന്ന് കരുതിയിരിക്കുക. രണ്ടാമനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലീസിന്റെ ഭാഷയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തേലും പറയൂ നോക്കാലോ. മറുപടി തൃപ്തികരം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. ശരി മാഡം. ഇതാ വണ്ടി. സെൽഫ് യൂസ്ഡ് വണ്ടിയാ. ഓ, വീട് വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട വീട്. ഇതിനിടയില് സൺഡേയിലോ മറ്റോ ഒന്ന് പുറത്തു പോയാലായി. ചില സമയം വർക്ക് ഫ്രം ഹോമായ ഷെഡി കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു വണ്ടി. എല്ലാം നോക്കിക്കോ. ഓക്കെ സാർ. ഒന്നിങ്ങ് വന്നേ. ഒരു മിനിറ്റ്, നീ നോക്ക്. എന്താ നമ്മളെന്താ കാറ് വിൽക്കാൻ പോകുന്നു? ചേട്ടാ, ടയറൊക്കെ പുതിയതാ, ഇപ്പൊ മാറ്റിയതേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല, എല്ലാം ഓക്കെയാ. പിന്നെ തുറന്നു നോക്ക്. ഓക്കെ. എടാ മൂർത്തി, അച്ഛൻ എന്താ അസുഖം? ചേച്ചി, ഞാൻ അകത്തേക്ക് വരാം. ചേച്ചിയല്ലേ? മൂർത്തി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അച്ഛൻ ഇങ്ങനൊരു അസുഖം വന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? ചേച്ചി പ്ലീസ്, ഞാനിപ്പോ വരാം. നീ എങ്ങോട്ട് വരാന്ന്? ചേച്ചി, നമ്മളിവിടെ കിടന്ന അച്ഛന്റെ രോഗവിവരം പറഞ്ഞ അതമ്മ അറിയും. എന്താ മോനെ? അച്ഛൻ എന്തോ അസുഖം ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അമ്മേ, അച്ഛന് ക്യാൻസറാ. ക്യാൻസറോ? അതെ, ഇതിപ്പോ ചിലർക്കുള്ള അസുഖമല്ലേ. ഇതെന്തിനാ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നേ? ഇനി അതും നിന്റെ ഭാര്യ പറഞ്ഞെന്ന ബുദ്ധിയാണോ? വക്കീലായതുകൊണ്ട് തന്ത്രങ്ങൾക്ക് വലിയ ക്ഷാമം ഉണ്ടാവില്ലല്ലോ. ഞാൻ എന്ത് തന്ത്രം ഈ കാര്യത്തിൽ കാണിച്ചു ദുർഗിച്ച് പറയുന്നേ? അച്ഛൻ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് ഇല്ലാതായാലേ ഈ കാണുന്ന സ്വത്തെല്ലാം
കയ്യിൽ ഇരിക്കുമല്ലോ. അതായിരിക്കും ഭാര്യയും ഭർത്താവും കൂടി രോഗവിവരം ആരോടും പറയാതിരുന്നത്. ഒരാളും ഇക്കാര്യത്തിൽ തെറ്റുകാരല്ല. തെറ്റുകാരൻ ഞാനാ. ഞാനാ അവനോട് പറഞ്ഞത് എന്റെ ഈ രോഗവിവരം ആരോടും പറയണ്ടെന്ന്. അമ്മയും നീയും ഒക്കെ സങ്കടപ്പെടുമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നീ ഈ രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൂടപ്പിറപ്പിനെ കുറിച്ചാ നീ പറയുന്നതെന്ന് ഓർക്കണം. ഇനി ഈ കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്. ചോദിക്കാൻ വന്ന ഞാനാ ഇപ്പൊ തെറ്റുകാരി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട്, ഞാൻ ഒറ്റ. ആവശ്യം വരുമ്പോ എന്നെ വിളിക്കുമല്ലോ, അപ്പൊ കാണാം. ചേച്ചി നിക്ക് ചേച്ചി. മോളെ അവിടെ നിക്ക്, പറയട്ടെ. പറഞ്ഞു ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവക്ക് എല്ലാവരോടും ദേഷ്യമായിരിക്കും. എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് ഈ അസുഖം മാറ്റിയെടുക്കാം. എന്നാൽ എന്നോടൊന്നും പറയാതെ മറച്ചു വെച്ചില്ലേ? എടീ, ഇതങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നീ ഇങ്ങ് വന്നേ, വാ, ഞാനൊന്ന് പറയട്ടെ.